അലീന അഞ്ചലിലേക്ക് പോവാണ്. സ്റ്റാൻലി വേണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ എങ്ങനെയെങ്കിലും എൽസമ്മയും മക്കളെയും പപ്പയും തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് കരുതുകയാണ് നമ്മുടെ അലീന. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയിട്ട് എൽസമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെയും എന്താണ് പപ്പ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാൻ വേണ്ടി അലീന പോവാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നേരെ പോണത് റീത്താമ്മയുടെ വീട്ടിലേക്കായിരിക്കും. റീത്താമ്മ അകത്തിരിക്കാണ്. പോയിട്ട് ബെല്ലടിക്കുന്നുണ്ട്. ഈ സമയത്ത് റീത്താമ്മ വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് അലീനയാണ്. ഈ സമയം ബൈജു കാറ് കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ എൽസമ്മേനെ കാണാൻ വന്നതാ. എൽസമ്മയോ അത് നിന്റെ ആരാടി എന്ന് ചോദിക്കുമ്പം എൻ്റെ പപ്പയല്ലേ കേണൽ സ്റ്റാൻലി. അങ്ങനെ പറയുമ്പം സ്റ്റാൻലിയുടെ ഭാര്യ എന്ന് പറഞ്ഞത് എൻ്റെ മമ്മിയല്ലേ. മിണ്ടിപ്പോവരുത്. അവള് 3 എണ്ണത്തിനേ പറ്റിട്ടുള്ളൂ. അവര് 3 പേരും ഇവിടെയുണ്ട്. അവരെന്തായാലും നിന്റെ ആരുമല്ല എന്ന് പറയുമ്പം അത് നിങ്ങളെ പറയണ്ട. ഞാൻ എൽസമ്മ മമ്മേനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇവിടെ 3-4 ആംഗ്ലമാരുണ്ട് എനിക്ക്. അവന്മാർ നിന്റെ കാൽ തല്ലി ഒടിക്കും. അലീന പറയുന്നുണ്ട്. എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ പോവില്ല. എൽസമ്മ ആൻറ്റിയെ കാണാതെ മമ്മിയെ കാണാതെ ഞാനൊന്ന് പോവില്ലെന്ന് പറയുമ്പം നീ പോവില്ലല്ലടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബഹളം കേട്ടുകൊണ്ട് ടെൽസയും ടിജോയും അതുപോലെ ഡാനിയമോളും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്നുടനെ ചോദിക്കുകയാണ്, എന്താ ഇവരെന്താ ഇവിടെ? ഡാനിയെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ റീത്ത പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മച്ചിയെ കാണാൻ വന്നതാ. ഇവളുടെ മമ്മിയാണ് പോലും അവള്. അതെങ്ങനെയാടി നിന്റെ മമ്മിയാവണത്? എൻ്റെ അമ്മ. മോളെ, ഞാൻ നിന്നെക്കാട്ടില് കുറെ പ്രായം മൂത്തല്ലേ. അപ്പൊ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഓ, നിന്നെ പോലെ ഒരു പിഴച്ച വെച്ച സന്തതികളൊക്കെ പിന്നെ എങ്ങനെ സംസാരിക്കണം എന്ന് ചോദിക്കാണ്. റീത്താമ്മ കയ്യും കെട്ടി അവള് പറഞ്ഞത് നോക്കി നിൽക്കാണ്. അപ്പോഴേക്കും ഡാനിയ വന്നിട്ട് ചേച്ചീനും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഡാനിയ മോളെ പിടിച്ചു വലിച്ച് മാറ്റിവിടുകയാണ് ടെൽസ. ഇവള് നിന്റെ ആരുമല്ല, നിനക്കൊരു ചേച്ചിയേ ഉള്ളൂ, അത് ഞാനാ. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്താ ചേച്ചി പറയുന്നേ? ഇത് നമ്മുടെ പപ്പയുടെ മോളാ. അങ്ങനെ പറയുമ്പോൾ ഇത് നമ്മുടെ ചേച്ചിയല്ലേ എന്ന് ടെൽസ ഡാനിയ മോള് വീണ്ടും പറയുമ്പം മിണ്ടിപ്പോവരുത് എന്ന് പറയാണ്. ഇതെല്ലാം കണ്ട് ടോജോ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാതെ. റീത്ത പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അപ്പോഴേക്കും എൽസമ്മ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്താ ചേച്ചി പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അലീനയെ കാണുന്നുണ്ട്. റീത്താമ്മയെ പോലല്ല, നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് നമ്മുടെ എൽസമ്മയുടെ. എൽസമ്മ ഒരു പാവമാണ്. പക്ഷെ റീത്താമ്മ പറഞ്ഞതിനനുസരിച്ച് ചലിക്കുന്ന ഒരു പാവം മാത്രമാണ്. സ്വന്തമായിട്ട് ഒരഭിപ്രായമോ തീരുമാനങ്ങളോ ഒന്നും ആ പാവത്തിനില്ല കേട്ടോ. അങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്താ മോളെ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കാണ്. ഞാൻ മമ്മിയൊന്ന് കാണാൻ വന്നതാ. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അകത്തേക്ക് കയറി വാ. അകത്ത് കയറാനോ? ആര്? ഇവളോ? റീത്താമ്മ ദേഷ്യത്തോടെ ചോദിക്കാണ്. അത് പിന്നെ ചേച്ചി, ഇവള് എത്രയും ദൂരം നമ്മളെ അന്വേഷിച്ച് വന്നല്ലേ? അതെ, നമ്മളെ അന്വേഷിച്ച് വന്നതാ. ഇവൾ ആരാ? നമ്മുടെ ശത്രുവാ. നിന്റെ ഭർത്താവിന്റെ അവിഹിത സന്തതി, നിന്റെ മക്കളുടെയൊക്കെ ഭീഷണിയാണ് ഇവൾ. അങ്ങനെയുള്ളവളെ ഈ പെരയ്ക്കകത്തേക്ക് കയറ്റണോ? അപ്പോഴേക്കും എൽസമ്മ മുഖം വാടി തലകുണിച്ച് നിൽക്കാണ്. അപ്പോഴേക്കും അലീന പ്ലേറ്റിൽ നിന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് മാത്രമേ ഇവിടെ കാര്യം കൂടാനാവൂവെന്ന് അലീന മനസ്സിലാക്കുന്നുണ്ട്. റീതാമച്ചിക്ക് എന്താ പേടിയാണോ? ഞാനിവിടെ കയറിയാല് എൽസമ്മയും മക്കളെ ഞാൻ ഇവിടെ കൊണ്ടുപോകുന്ന പേടിച്ചിട്ടാണോ എന്നെ അങ്ങോട്ടേക്ക് കയറ്റാത്തത്? എനിക്കങ്ങനെ ഒരുത്തേയും പേടിയില്ല. ആരെയും പേടിച്ച് ജീവിക്കേണ്ട കാര്യവും എനിക്കില്ല. നീ ഇവിടെ കയറിയിട്ട് മല മറിക്കുവോടി, എങ്കിലാവും എനിക്ക് കാണണമല്ലോ, കയറി പോടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലിനെ സന്തോഷത്തോടെ ബാഗും എടുത്തോണ്ട് അകത്തേക്ക് കയറുകയാണ്. റീതാമ്മ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണേ. ടെൽസ ടാനിയെ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ അവളെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്? അവളെല്ലാം ഉറപ്പിച്ചു വന്നിരിക്കാം. അതെനിക്ക് മനസ്സിലായി മോളെ. അവൾ എന്താ കാണിക്കുന്നതെന്ന് ഞാനും നോക്കട്ടെ. ഇവിടെ ഇരുത്തി അവളെ ഞാൻ ഇക്ഷ എണ്ണ വരപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി പോവാണ് അലീന. എൽസമ്മ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ മോക്ക്? മോളുടെ അമ്മ എന്ത് പറയുന്നു? അമ്മ, അമ്മയ്ക്ക് എന്നെ അറിയില്ലല്ലോ. ഇപ്പോഴും ഇങ്ങനൊരു മകൾ ജീവനുണ്ടെന്ന് ആ പാവത്തിന് അറിയില്ല. അതുകൊണ്ട് പിന്നെ എന്ത് ഞാൻ പറയാനാ? അവിടെ എൻ്റെ പേരും പറഞ്ഞ പ്രശ്നങ്ങളാ. പിന്നെ പപ്പയ്ക്ക് ഞാൻ ആരെന്നറിയാലോ. അതുകൊണ്ട് വലിയ സമാധാനമുണ്ട്. റീത്താമ്മച്ചി പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. റീത്താമ്മ ചേച്ചി പണ്ടേ അങ്ങനെയാ.
എല്ലാവരോടും ഭയങ്കര ദേഷ്യ. അല്ല, എൽസമ്മ മമ്മിയുടെ വീട് എവിടെയാ? ദേ തൊട്ടപ്പുറത്താ, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അത് പിന്നെ റീതാമ്മച്ചി പറയാതെ. അതെന്താ അങ്ങനെ? ഞാന് എൽസമ്മയുടെ കൂടെ നിൽക്കാൻ വന്നതാ ആ വീട് കാണാന്. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോവോ എന്ന് ചോദിക്കാണ്. എന്നാ ശരി, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോകാനിരുങ്ങുമ്പം വന്ന് റീതാമ്മ കൈ കൊണ്ട് അവർ തടഞ്ഞു നിർത്താണ്. അല്ല, എങ്ങോട്ടാ? അത് പിന്നെ മോക്ക് എന്റെ വീട് കാണാന്ന് പറഞ്ഞു. ആര്? ഇവളതിന്റെ മോളാണോ? അല്ല, അലീനയ്ക്ക്. ആ, അതൊക്കെ അവളുടെ വെറും അടവ് മാത്രാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നിൽക്കണ്ട. അവളതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വശീകരിക്കും. അപ്പോ റീതാമ്മച്ചിക്ക് അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടല്ലേ ഞാൻ വശീകരിക്കുന്നു? അപ്പൊ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടല്ലോ. എന്ത് കള്ളത്തരവാടി? നീ എവിടെ കയറിയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ഞങ്ങളെ പോകാൻ അനുവദിച്ചൂടെ എന്ന് പറയുമ്പം റീതാമ്മ കൈ മാറ്റുന്നുണ്ട്. അങ്ങനെ അലീന ബാഗും എടുത്തുകൊണ്ട് എൽസമ്മയും കൂട്ടിക്കൊണ്ട് നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണ്. തൊട്ടടുത്തടുത്താണ് കേട്ടോ വീട്. ഒരു ബൗണ്ടറിക്കുള്ളിൽ തന്നെ 2 വീടാണ്. ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. ആഹാ, ഈ വീട് കാണാൻ എന്ത് ഭംഗിയാ! നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് നിങ്ങളുടെ തറവാട് വീടാണോ? അയ്യോ അല്ല, ഇത് പിന്നെ സ്റ്റാലിച്ചായൻ വാങ്ങിത്തുന്ന വീടാ. പപ്പയോ? അതെ, പപ്പ വാങ്ങിത്തുന്ന വീടാ ഇത്. അകത്തേക്ക് കയറുകയാണ്. നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. പപ്പ താമസിക്കുന്ന ബംഗ്ലാവാണെങ്കിലോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ആകെപ്പാടെ ഒരു ഇരുണ്ട് കൂടിയൊരു അവസ്ഥയാ. അവിടെ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടും. ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോഴേക്കും ഡാനയും ടോജോയും അവരുടെ പിന്നാലെ തന്നെ വീട്ടിലേക്ക് വരികയാണ്. ഓടി വന്ന് ഡാനിയ മോള് അലീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചിന്ന് പറഞ്ഞുകൊണ്ട് ഡാനിയ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അലീന തിരിച്ച് ഉമ്മ എടുക്കാണ്. അപ്പോ ഡാനി പറയാണ്, അവിടെ ചേച്ചിയോട് മിണ്ടിയാലോ കൂട്ടുകൂടിയാലോ എന്നെ റീതാമ്മച്ചി അടിക്കും. അതുകൊണ്ടാ. അതെനിക്ക് മനസ്സിലായി. മോള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ എന്ന് പറയാണ്. ടോജോയും സ്നേഹത്തോടെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ എൽസമ്മ പറയാണ്, ബാ ഞാൻ ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുവന്നുണ്ട്. അത് പിന്നെ മമ്മി, ഞാൻ ഇവിടെ കുറച്ചു ദിവസം കാണും. അയ്യോ, റീതാമ്മ എന്നെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആരെ സമ്മതത്തിന്റെ ആവശ്യമില്ല. ഈ റീതാമ്മയുടെ ഈ എൽസമ്മയുടെ സമ്മതം മാത്രം മതി. അത് പിന്നെ റീതാമ്മച്ചിയാ എല്ലാം തീരുമാനിക്കുന്നേ. അതെന്താ? മമ്മിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമില്ലേ? അത് പിന്നെ ചെറുപ്പം തൊട്ടേ ഞങ്ങളെയൊക്കെ നോക്കിയത് റീതാമ്മച്ചിയാ. അതുകൊണ്ട് റീതാമ്മ പറഞ്ഞാണ് എനിക്ക് വേദവാക്യം. അത് മാത്രമല്ല, സ്റ്റാലിച്ചായന്റെ കൂടെ നിന്ന് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് വന്നതല്ലേ. സ്റ്റാലിച്ചാൻ മിലിറ്ററിയിലായിരുന്നല്ലോ. കുഞ്ഞുനാൾ മുതലേ ഞങ്ങളെ നോക്കിയത് വളർത്തിയതെല്ലാം റീതാമ്മച്ചിയാ. അതുകൊണ്ട് ഇപ്പൊ എന്താ? നമ്മുടെ ലൈഫ് അങ്ങനെ മറ്റൊരാൾക്ക് തീർന്നത് കൊണ്ടുള്ള കാര്യം വല്ലതും ഉണ്ടോ? അപ്പോഴേക്ക് റീതാമ്മച്ചി ടെൽസിയോട് പറയാണ്, ദേ നീ ഇവിടെ നിൽക്കാതെ അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്ക്. അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്റെ അമ്മയുടെ മനസ്സ് മാറ്റും. നിന്റെ അമ്മയുടെ പേരിൽ നിന്ന് ആ സ്വത്തുക്കളൊക്കെ എഴുതി മേടിക്കാനായിരിക്കും അവൾ വന്നിരിക്കാം. പപ്പയുടെ പേരിലുള്ള ആ ബംഗ്ലാവും എസ്റ്റേറ്റും എല്ലാം ഇപ്പോൾ അവൾക്ക് സ്വന്തമാക്കണം. അതാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാ അവൾ വന്നിരിക്കുന്നേ. നിന്റെ അമ്മയുടെ ഒരൊപ്പ് കിട്ടിയാല് അതവള് തീരെഴുതി മേടിക്കും. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് ചെല്ലുന്നും പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞ് ഡാനിയാനെ അങ്ങോട്ടേക്ക് ഡെൽസനെ അങ്ങോട്ടേക്ക് പറഞ്ഞിടുന്നുണ്ട്. അങ്ങനെ ടെൽസയും അങ്ങോട്ടേക്ക് കയറുകയാണ്. ഈ സമയത്ത് അലീന അവിടെ ചായ കുടിക്കായിരിക്കും. ടെൽസ മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും ഞാൻ നിന്റെ മോളൊന്നും അല്ല എന്ന് പറയാണ്. എൽസമ്മ പറയുന്നുണ്ട്, മോളെ നിന്നെക്കാട്ടില് എത്ര വയസ്സിന് മൂത്ത ആളാ? അങ്ങനെയൊക്കെ സംസാരിക്കാവോ? അമ്മയ്ക്ക് എന്തിന്റെ വട്ടായത്? ഇവൾ ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? നമ്മുടെ പപ്പയുടെ അവിഹിത സന്തതിയാ, നമ്മുടെ ശത്രു. അപ്പൊ പിന്നെ അമ്മ അതിനെ സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഇവളൊന്ന് തെറ്റ് ചെയ്തത്? തെറ്റിയത് മോളുടെ പപ്പയല്ലേ ഒരു അവിഹിത ബന്ധം മറച്ചത്. അതിനുണ്ടായ കുട്ടി എങ്ങനെ കുറ്റക്കാരിയാവുക? മോള് ചിന്തിച്ചു നോക്കിയേ എന്ന് പറയാണ്. അല്ലെങ്കിൽ മമ്മിയോട് പറഞ്ഞാല് ഒന്നും തലേ കയറില്ല. മമ്മിക്ക് എപ്പോഴും ദൈവവും പ്രാർത്ഥനയും പള്ളിയും മാത്രം മതിയല്ലോ. ഞങ്ങളെ മക്കളുടെ കാര്യം പോലും മമ്മി ആലോചിക്കാറില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് മുറിലേക്ക് ദേഷ്യപ്പെട്ടു പോയി കഥക് വലിച്ചടയ്ക്കുന്നുണ്ട്. അതൊന്നും മോള് കാര്യാക്കണ്ട. ഹേയ്, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതൊക്കെ കുറെ കണ്ടതല്ലേ. എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല എന്ന് പറയണേ. അങ്ങനെ ഡാനിയമോളുടെ കാര്യം ചോദിക്കാണ്. അല്ല, കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കണ്ടേ? അത് പിന്നെ ഇവിടെ നിൽക്കുന്നതിനോട് സ്റ്റാൻലിച്ചാന് താല്പര്യമില്ല. റീതാമ്മച്ചി സ്റ്റാൻലിച്ചാനായിട്ട് ഒരിക്കലും ചേരില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ സ്റ്റാൻലിച്ചായന് ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനൊന്നും മുതിർന്നിട്ടില്ല. അതുപോലെ റീതാമ്മച്ചിയും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ,
ഡാനിയ മോളെ പ്രസവിച്ചതാരാ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, പ്രസവിച്ച അമ്മയാണല്ലോ നിങ്ങള്. അങ്ങനെയുള്ളപ്പോ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന്? അതിന് വേറെ ആളുടെയും ആവശ്യമുണ്ടോ? ജന്മന അങ്ങനെയുള്ള ആളാണെങ്കിൽ അതെന്തെങ്കിലും കരുതായിരുന്നു. പക്ഷെ ഇടക്കാലം കൊണ്ട് അങ്ങനെ ആയെങ്കിൽ അതെന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ അതൊന്നും ചെയ്യാതെ അവളുടെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ എന്ന് പറയാണ്. മറ്റൊരാളല്ല നമ്മളുടെ ജീവിതം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാ. അതിനിയെങ്കിലും എൽസമ്മയമ്മന്ന് മനസ്സിലാക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സന്ധ്യയാവാണ്. രണ്ടുപേരും അവിടെ ഒരുമിച്ചിരുന്ന് കുരിശുവരയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അലീനയോട് ആ അനാഥാലയത്തിലുള്ള കാര്യങ്ങളെല്ലാം എൽസമ്മ ചോദിക്കാണ്. അനാഥാലയത്തിൽ തന്നെ വളർന്ന കാര്യങ്ങളെല്ലാം തന്നെ എൽസമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ എൽസമ്മ ചോദിക്കുന്നുണ്ട്, സ്റ്റാലിച്ചാൻ ഇന്നേ വരെ എന്നോട് ഈ ഒരു പ്രണയത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കൂടിയില്ല. ഞങ്ങൾ തമ്മിൽ അത്രയിൽ ബന്ധമൊന്നുമില്ല. വിവാഹത്തിന് ശേഷം കുറേ നാളൊക്കെ ഞങ്ങൾ തമ്മിൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നീടാണ് സ്നേഹിച്ചു തുടങ്ങിയത്. സ്നേഹിച്ചപ്പോൾ എന്നോട് നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ഒരു അടുപ്പമൊന്നും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. 3 കുട്ടികളായി. ശരിയാ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പഠിത്തത്തിനായിട്ട് ഞങ്ങൾ വന്നതാ. അതീ പിന്നെ ഞാൻ തിരിച്ചു പോയിട്ടില്ല. സ്റ്റാലിച്ചാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ റീതാമച്ചയായിട്ട് എന്നും അടക്കായിരുന്നു. അങ്ങനെ ഇവിടുന്ന് കൊളത്തുപുഴയ്ക്ക് സ്ഥലവും വാങ്ങിച്ച് സ്റ്റാലിച്ചായൻ പോയതാ. എന്നെ കുറെ വിളിച്ചു. പക്ഷെ കുട്ടികളുടെ പഠിത്തമൊക്കെ ഇവിടെയല്ലേ, പിന്നെ റീതാമച്ചിയും. അപ്പോൾ എൽസമ്മ മമ്മിക്ക് സ്റ്റാലിയ പപ്പയെക്കാളും വലുതാണോ ഈ പറഞ്ഞ റീതാമച്ചി? അത് പിന്നെ അങ്ങനെ ചോദിച്ചാല് അപ്പോഴേക്ക് റീതാമച്ചി അങ്ങോട്ടേക്ക് കയറുകയാണ്. അതെടി, അവനെക്കാട്ടിലും എന്തുകൊണ്ടും അവൾക്ക് ഇഷ്ടം എന്നെ തന്നെയാ, വലുത് ഞാൻ തന്നെയാ എന്ന് പറയുന്നുണ്ട്. ഇവരെ ഇത്രത്തോളം എത്തിച്ചത് ഞാനാ. അതെങ്ങനാ റീതാമച്ചി ആവുന്നത്? പപ്പയല്ലേ കാശ് മുടക്കി ഇവരെ പഠിപ്പിക്കുന്നതും ഭക്ഷണത്തിനും വസ്ത്രത്തിനുള്ള എല്ലാം കൊടുക്കുന്നത്. പിന്നെങ്ങനെ റീതാമച്ചി ആവുന്നത്? ഒരാള് കാശ് കൊടുത്താൽ മാത്രം എല്ലാം ആകുമോ? ഇല്ലല്ലോ. അത് ചെലവാക്കാനും അവരെ സ്നേഹിക്കാനും കൊണ്ടു നടക്കാനൊക്കെ ഒരാള് വേണ്ടേ? അതെ, ഞാൻ തന്നെയാ. നീ ഇവിടെ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുക അല്ലേടി? ഞാൻ ആരോടും കുത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയൊന്നല്ല, കാര്യം പറഞ്ഞതാ. അല്ല, നിനക്ക് പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഈ രാത്രിയിൽ ഞാൻ എവിടെ പോവാനാ? എന്തായാലും 2 ദിവസം നിന്നോളാൻ എൽസമ്മ സമ്മതിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ എൽസമ്മ ഇത്? അവളെ പറഞ്ഞിടാൻ നിനക്ക് ഉദ്ദേശമില്ലേ? അത് പിന്നെ കൊളത്തപ്പുഴ ഇത്ര ദൂരം വന്നല്ലേ, 2 ദിവസം നിൽക്കട്ടെ റീതാമച്ചി. എന്തെങ്കിലും വെച്ച് കാണിച്ചു കൂട്ട്. ഇവളെ ഓർന്നൊക്കെ പറഞ്ഞ് നിന്നെ മയക്കാൻ നോക്കും. മയങ്ങി പോയത് അവനുണ്ടല്ലോ, ആ സ്റ്റാലി, ആ കള്ളുകൂടിയൻ. അവൻ പറഞ്ഞയച്ചതാണ് ഇവളെ ഇവിടെ വന്ന് നിന്നെ മക്കളെ സോപ്പിട്ട് ആ സ്വത്തുക്കളൊക്കെ എഴുതി മേടിക്കാൻ. അപ്പോഴേക്കും അയല പറയാണ്, അങ്ങനെ ഉദ്ദേശമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ പപ്പയ്ക്ക് അങ്ങനെയുടെ കാര്യമില്ല. എനിക്ക് കൊടുക്കുന്നതിലും ഇവർക്ക് കൊടുക്കുന്നതിനാണ് പപ്പയ്ക്ക് താല്പര്യം. ഇവരും പപ്പയുടെ മക്കൾ തന്നെയാണല്ലോ എന്നൊക്കെ പറയുമ്പം റീതാമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ടെൽസ് ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തിരിക്കുന്നുണ്ട്. ടെൽസ് അപ്പോഴും ഫോണിലാണ്. ടെൽസൊക്കെ ഒരു കാമുകനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിലോ എൽസമ്മയോട് പറയാണ്, എൽസമ്മ മമ്മി ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാ പപ്പയുടെ അടുത്തേക്ക് വെറുപ്പ്? അത് പിന്നെ എന്നും പറഞ്ഞിട്ട് എൽസമ്മ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയാണ്. മിലിറ്ററി ക്യാമ്പിൽ വെച്ചാണെങ്കിൽ പോലും തങ്ങളുടെയും കുട്ടികളുടെ കാര്യങ്ങളൊന്നും സ്റ്റാലി ശരിക്കും നോക്കാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം രാത്രി മോന് പനിയായിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ക്യാമ്പിൽ എൻ്റെ അത്യാവശ്യം മീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ല. പക്ഷേ ഒരു വണ്ടി പറഞ്ഞയച്ചു. ഞാൻ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പിറ്റേ ദിവസം വൈകുന്നേരമാണ് സ്റ്റാലിച്ചായൻ വരുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇത്രയ്ക്ക് നിസ്സാര കാര്യമാണോ നിങ്ങൾ തമ്മിൽ അകലാൻ കാരണം? അതുപോലെ ഒരുപാടുണ്ട്. ഈ നിസ്സാര കാര്യമാണോ? ഒരു ഉദ്യോഗസ്ഥൻ, അതും ഒരു മിലിറ്ററിക്കാരൻ, അദ്ദേഹത്തിന് എന്തുമാത്രം റെസ്പോൺസിബിലിറ്റീസ് കാണും? അതൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് ഇതിനു വേണ്ടി കയറി വന്നാലേ അവിടെ എന്തുമാത്രം കാര്യങ്ങൾ താറുമാറാകും. അത് പിന്നെ കുട്ടികളെക്കാട്ടിലും വലുതാണോ അതൊക്കെ? ചില സാഹചര്യത്തിൽ അങ്ങനെ വരാറില്ലേ? പക്ഷേ ഉപേക്ഷ വിചാരിച്ചില്ലല്ലോ. അപ്പോൾ തന്നെ വണ്ടിയും ഡ്രൈവറെയും പറഞ്ഞയച്ചില്ലേ? കാശ് എത്തിച്ചില്ലേ? കാശ് മാത്രം മതിയോ? വേറെ ആൾ വന്നാൽ മതിയോ? സ്റ്റാലിച്ചാൻ തന്നെ വരണ്ടേ? എല്ലാ സാഹചര്യത്തിലും തൻ്റെ ഭർത്താവോ തൻ്റെ കൂടുതൽ മാത്രം വരുമെന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ല. വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മൾ ചെയ്യാൻ പഠിക്കണം. അവസരത്തിനൊത്ത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ എനിക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാലിച്ചാൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല. തലവേദന വന്നാൽ നമുക്ക് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലോ. അതിനെന്തിനാ വേറൊരാളുടെ സഹായം? എങ്കിലും എന്നെ കൊണ്ടുപോകേണ്ടതല്ലേ? അന്നൊക്കെ പപ്പ ഒരു മിലിറ്ററി ഓഫീസർ അല്ലേ?
അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടോ? ഇവിടെ വന്ന പിന്നെ എനിക്ക് എൻ്റെ ആവശ്യം വന്നിട്ടില്ല. സ്റ്റാലിച്ചായൻ അവിടെ ആയിരുന്ന 10-15 വർഷവും ഞാൻ റീത്താമ്മച്ചിയുടെ കൂടെ ആയിരുന്നു. ഇവിടെ പിന്നെ റീത്താമ്മച്ചി എല്ലാത്തിനും കൂടെ വരും. അതുകൊണ്ടാണോ എൽസ മമ്മിക്ക് റീത്താമ്മച്ചിയുടെ ഇത്രയ്ക്ക് സ്നേഹം? പിന്നല്ലാതെ എൻ്റെ അമ്മയെ പോലെയാ എനിക്ക് റീത്താമ്മച്ചി. അത്രയ്ക്ക് സ്നേഹ എന്നോട്. ഒരിക്കലും എൻ്റെ ജീവൻ തകരാൻ വേണ്ടി റീത്താമ്മച്ചി ഒന്നും ചെയ്യില്ല. ഞാൻ എവിടെ പോയാലും കുട്ടികളെ പൊന്നുപോലെ നോയിക്കോളും എന്ന് പറയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജീവിക്കാനും നിങ്ങൾക്ക് സുഖമായിട്ട് കഴിയാനുള്ള എല്ലാ സമ്പത്തും തരുന്നത് പപ്പയല്ലേ? ആ പപ്പയോട് മമ്മിക്ക് ഒരു സ്നേഹമില്ലേ? പപ്പ മോക്ക് അങ്ങനെയൊക്കെ പറയാം. സ്റ്റാലിച്ചായന്റെ മനസ്സ് മുഴുവനും ദുഷ്ടചിന്തകളാ. ക്രൂരനാ. എൻ്റെ മക്കളെ ഒന്ന് നോക്കാറ് കൂടിയില്ല. കള്ളുകുടിയൻ, കള്ളുകുടിയൻ. ഒരു സ്നേഹത്തോടുള്ള വാക്കോ ഒരു സ്പർശവോ ഒന്നുമില്ല. ഈ മക്കളോട് പോലും ഒരു സ്നേഹമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ റാണിയെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയില്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ. അങ്ങോട്ടേക്ക് ദേഷ്യം കൊടുത്തിട്ട് തിരിച്ചെനിക്ക് നല്ലത് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നിങ്ങളിവിടെ താമസിച്ചതിന് തെറ്റ്. പപ്പ വന്നപ്പോൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടതായിരുന്നു. പക്ഷെ വീട്ടുകാരാണ് മുഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. മമ്മയ്ക്ക് ഒരു ഫാമിലിയായി. അപ്പോൾ ആ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? നമ്മൾ ജീവിക്കണ്ടേ? അത് മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിനൊക്കെ എല്ലാ കാര്യത്തിനും പപ്പ ഇടപെടാറുണ്ടല്ലോ. വീട്ടാമ്മച്ചി കൈകടത്തിൽ വന്നപ്പോഴല്ലേ അതൊക്കെ നിർത്തലാക്കിയത്. പിന്നെ പപ്പ കള്ളുകൂടിയാണെന്ന് പറഞ്ഞത് അത് ശരിയാ. മിലിറ്ററിയിൽ നിന്നുള്ള ആ ശീലാണ്. പക്ഷെ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണണം പപ്പ കള്ളുകൂടി ഒരുപാട് നിർത്തിന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടല്ല, കുറേയൊക്കെ നിർത്തി. അതിന് കാരണക്കാരി ആരാ? ഞാൻ സ്നേഹത്തോടെ പറഞ്ഞും ഒക്കെയാ നിർത്തിച്ചത്. അതുപോലെ എൽസമ്മ മമ്മിക്കും ആകാറുന്നല്ലോ എന്ന് പറയുമ്പം എൽസമ്മ മിണ്ടുന്നില്ല. ഈ കുട്ടികളെ കൊണ്ടാണെങ്കിലും അങ്ങനെ ചെയ്യിപ്പിക്കായിരുന്നു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല ആരും അദ്ദേഹത്തൊന്ന് വിളിക്കുന്നത് പോലും. സ്വന്തം മക്കളല്ലേ, ഒന്ന് വിളിച്ചന്വേഷിച്ചൂടെ പപ്പ ജീവനോടെ ഉണ്ടോ എന്നെങ്കിലും? അതുപോലും ആരും അന്വേഷിക്കില്ല. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കത്തുമില്ല, കാണാൻ വരില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാ സ്നേഹം തോന്നുക എന്ന് ചോദിക്കാണ്. പപ്പയ്ക്ക് റീത്താമച്ചയായിട്ട് ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാറി താമസിക്കണമായിരുന്നു. അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്ന് അലമുണ്ടാക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ എൽസമ്മ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇനിയെങ്കിലും തീരുമാനമെടുക്കേണ്ടത് മമ്മിയാണ്. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് പപ്പ ഇവിടെ ഒരു സ്ഥലത്ത് മമ്മി ഒരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും എൽസമ്മ പറയുന്നുണ്ട്, അത് പിന്നെ റീത്താമ്മച്ചി പറയണത്. റീത്താമ്മച്ചി എന്താച്ചാ പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളല്ലേ ഒരുമിച്ച് ജീവിച്ചത്? അതോ റീത്താമ്മച്ചി അല്ലല്ലോ? അപ്പോൾ നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ ഭർത്താവിനെ പറ്റി? അദ്ദേഹം നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്നൊക്കെ? അത് കള്ളു കുടിക്കുന്നത് ശരി തെറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പം കള്ളു കുടിക്കാറൊന്നുമില്ല. കള്ളു കുടിക്കുന്നൊരു കാരണം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പിരിഞ്ഞുപോയി ആ പാവം ഒറ്റയ്ക്കവിടെ താമസിക്കല്ലേ. അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരുപാട് വിഷമമുണ്ട്. അതൊക്കെ മനസ്സിലാക്കാതെയാ നിങ്ങളെ പെരുമാറുന്നത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഡാനിയ മോളാണെങ്കിലോ തീർത്തും നമ്മുടെ റീത്താമ്മയുടെ കൈപിടിയില്ല. പണ്ട് എൽസമ്മ അമ്മമ്മയും എങ്ങനായിരുന്നോ അതുപോലെ തന്നെ. മമ്മിയോട് ഞാനൊരു കാര്യം പറയാം. സഹോദരങ്ങളൊക്കെ വേണ്ടെന്നല്ല, പക്ഷെ എല്ലാവരും ഒരു ലിമിറ്റിന് മാത്രം. എല്ലാവരും ഒരു പടിക്ക് അപ്പുറം മാത്രം നിൽക്കാവുള്ളൂ. എപ്പോഴും നമ്മുടെ കൂടെ കാണുന്നത് നമ്മുടെ ഭർത്താവ് മാത്രമായിരിക്കും. ആ ഒരു ഓർമ്മ എപ്പോഴും വേണം എന്ന് പറയാണ്. എൽസ മമ്മി നാളെ തന്നെ എൻ്റെ കൂടെ വാ, നമുക്ക് കുളത്തുപുഴയിൽ പോയി കുറച്ച് ദിവസം നിൽക്കാം. അയ്യോ, റീത്തമ്മ ആൻറ്റി സമ്മതിക്കില്ല. റീത്താമ്മ ചെയ്താൽ സമ്മതിക്കുന്നത്? അത് എൽസമ്മ മമ്മിയുടെ ഭർത്താവിൻ്റെ വീടല്ലേ. അങ്ങോട്ടേക്ക് പോകാൻ മറ്റാരെങ്കിലും അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ? റീത്താമ്മച്ചി അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. ഇതാ ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കണമെന്ന്. അല്ലാതെ ഇങ്ങനെ കാണിക്കല്ല വേണ്ടത്. നാളെ തന്നെ നമ്മൾ എല്ലാവരും കൂടി പോവാം. അയ്യോ വേണ്ട മോളെ, റീത്താമ്മച്ചി സമ്മതിക്കില്ല. റീത്താമ്മച്ചി അറിയാതെ നമുക്ക് പോയാലോ? അറിയാതെ എങ്ങനെ പോകുന്ന? ഇവിടുന്ന് ഇറങ്ങിയാൽ തന്നെ റീത്താമ്മച്ചി അറിയും. ഡാനിയമോളും പറയുമല്ലോ. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാന്നേ. ഞാൻ പറഞ്ഞത് സമ്മതാണോ? ശരി, നമുക്ക് നോക്കാം. പക്ഷെ റീത്താമ്മച്ചി ഒന്നും പറയില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഇവരെല്ലാം രാത്രി പ്ലാൻ ചെയ്യണേ. ടോജോയും ഡാനിയായും ഇവർക്ക് സപ്പോർട്ടാണ്. പക്ഷെ ടെൽസ് മാത്രം സപ്പോർട്ട് അല്ലല്ലോ. അപ്പോൾ രാവിലെ വെളുപ്പിന് 5 മണിയായപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട് അലീന. എന്നിട്ട് എൽസമ്മയോട് പറയാണ്, ടെൽസിയോട് പോയിട്ട് പറയണം ഒരു ധ്യാനത്തിന് സ്ഥലം വരെ വരാനായിട്ട്.
എന്തായാലും വരാൻ സമ്മതിക്കില്ല. തിരിച്ചു വരുമ്പം നമുക്കൊന്ന് പാർക്കിലൊക്കെ പോയിട്ടെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വരണം. റീത്തമ്മച്ച വിളിക്കാൻ സമ്മതിക്കുകയോ ചെയ്യരുത് എന്ന് പറയാണ്. അങ്ങനെ ബൈജിനെ വിളിച്ചിട്ട് വണ്ടിയും കൊണ്ടുവരാൻ അലീന പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് എല്ലാവരും രാവിലെ ഒരുങ്ങാണേ. ടോജോയും ഡാനിയും ഒക്കെ ഒരുങ്ങുന്നുണ്ട്. ടെൽസ ഈ സമയത്ത് ഒരുങ്ങും കൂട്ടാക്കുന്നില്ല. ഞാൻ വരുന്നില്ല ധ്യാനത്തിനും എങ്ങോട്ടും. അമ്മ പോയത് പോരെ, ഇനി ഞങ്ങളെ കൂടി കൊണ്ടുപോകണോ? മോളെ, അതുകൊണ്ടല്ല, ഇതൊരു സ്പെഷ്യൽ കൺവെൻഷനാ. മോളൂടി വരണം. തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ അടിച്ചു പൊളിച്ച് പാർക്കിലേക്ക് പോവാം. ഒത്തിരി നാളായില്ലേ നമ്മൾ ഒരുമിച്ച് പോയിട്ട്. ആ ശരി, ഞാൻ വരാം. ഞാൻ റീത്തമ്മച്ചൊന്ന് പറയട്ടെ. അത് ഞാൻ പറഞ്ഞു, നീ ഒരുങ്ങിയാ മതി, സമയം പോന്നു, വണ്ടി ഒന്ന് കിടക്ക. റീത്തമ്മച്ച അപ്പോൾ റീത്തമ്മച്ച സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. റീത്തമ്മച്ച സമ്മതിച്ചോ? ആ സമ്മതിച്ചു. ആ എങ്കിൽ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഡാനിയെ പോയിട്ട് ടെൽസ പോയിട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. ആലിനെ കാറിലിരിക്കുന്നതാണിട്ട് ഇവളെന്തായാലും നമ്മുടെ കൂടെ എന്ന് ചോദിക്കാണ്. അത് പിന്നെ ആ കൊച്ചു വരണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. വേണ്ട, അവളുള്ളിടത്തേക്ക് ഞാനില്ല. അങ്ങനെ പറയാതെ മോളെ, റീത്തമ്മച്ച് സമ്മതിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോയിട്ട് അടിച്ചു പൊളിച്ചെങ്കിൽ പോരാം എന്ന് പറയാണ്. അങ്ങനെ അവളെയും കൂട്ടി ടോജോയും ടെൽസയും ടാനിയും എൽസമ്മയും അലീനയും കൂടിയിട്ട് വണ്ടിയിൽ കയറാണ്. അങ്ങനെ എല്ലാവരും കൂടി പോകുമ്പം ടെൽസ നല്ല ഉറക്കമായിരിക്കേ. ടാനിയമാണെങ്കിൽ ഓരോ കാഴ്ചയൊക്കെ കാണുകയാണ്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് അല്ല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാം കാണിച്ചും പറഞ്ഞും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കൊണ്ടുപോവാണ്. എന്നാൽ കൊളത്തുപുഴ എത്തുകയാണ് കേട്ടോ. രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ പുറത്തേക്ക് ആരെയും കാണാഞ്ഞിട്ട് റീത്താമ്മച്ച നോക്കുമ്പം വീട് പൂട്ടിക്കിടക്കായിരിക്കും. ഇതേ സമയത്ത് അലീന എടുത്ത് ടെൽസയുടെ ഫോണ് ഫ്ലൈറ്റ് മോഡ് ഓണാക്കി വെക്കാണ്. റീത്താമ്മച്ചിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട്. അതുപോലെ ബാക്കി എല്ലാ അവരുടെ വീടിന്റെ ഫോണെല്ലാം ഓഫാക്കി വെക്കാണ്. എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും ഫോണിൽ കിട്ടുന്നില്ല. അലീന ഇന്നലെ വന്നതല്ലേ, എന്നിട്ട് ഇവരെല്ലാം കൂടി എവിടെ പോയി? ടാനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ടെൽസയും കിട്ടുന്നില്ല, അവളെയും കിട്ടുന്നില്ലല്ലോ. ഇനി ഇവരെല്ലാം കൂടി എങ്ങോട്ട് പോയതായിരിക്കും എന്ന് ആലോചിച്ച് നിൽക്കാണ്. ആരെ വിളിക്കണം, ആരുടെ പറയണം എന്നറിയാൻ നിൽക്കുകയാണേ. ഈ സമയത്ത് കൊളത്തുപുഴയിലേക്ക് വണ്ടി വന്ന് കയറുന്നുണ്ട്. ആൻ്റപ്പൻ ഓടി വന്ന് ഗേറ്റ് തുറക്കാണ്. നോക്കുമ്പം അലീന ബൈജുവുമായിട്ട് വരുന്നുണ്ട് തിരിച്ച്. ആഹാ, അലീന കുഞ്ഞോ എന്നും പറഞ്ഞ് പുറകിലേക്ക് നോക്കുമ്പം അയാൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ദാ സാറിന്റെ ഭാര്യയും മക്കളും വന്നിരിക്കുന്നു. അങ്ങനെ കാണാനൊന്നും വരാത്തതാണ്. ആദ്യം കുറെ കാലം കൂടി വന്നത് അലീനയെ അന്ന് കാണാൻ വേണ്ടിയാ, പിന്നെ വന്നിട്ട് കൂടിയില്ല. ദേ അലീനയുടെ കൂടെ വന്നിരിക്കുന്നു. എല്ലാവർക്കും അതൊരു ഞെട്ടില്ലാന്ന് കേട്ടോ. അപ്പോഴേക്കും പൗലോസ് പിണങ്ങിപ്പോയി തിരികെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. പൗലോസും ഉണ്ടവിടെ. പൗലോസും വിനോദവും ഉണ്ട്. അങ്ങനെ അകത്തേക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് കയറാണേ. സമയം ഒരു 8 മണിയൊക്കെ ആയി. വാക്കിങ്ങിന് പോയിട്ട് തിരിച്ച് അപ്പോഴേക്കും നമ്മുടെ സ്റ്റാലി കയറി വരുന്നുണ്ട്. സ്റ്റാലി കയറുമ്പോഴേക്കും കാണുന്ന കാഴ്ച എൽസമ്മനെയും മക്കളെയുമാണ്. അവരെ കണ്ടപാടെ സ്റ്റാലിക്ക് വല്ലാണ്ട് സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ടേ. അപ്പോഴേക്കും ഉറക്കം എണീച്ച നമ്മുടെ ടെൽസ ആകെപ്പാടെ പ്രശ്നമാണ്. എല്ലാരും കൂടി ധ്യാനത്തിന് പോവാന്ന് പറഞ്ഞ് പറ്റിച്ച് ഇങ്ങോട്ടേക്കല്ലേ കൊണ്ടുവന്നത്. ഇയാളുടെ അടുത്തേക്ക് വരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ. ഇയാളൊരു ദുഷ്ടനാ. ഇയാള് കള്ളും കുടിച്ചു നടക്കുന്ന ഒരു കള്ളുകുടിയനാ. ഞങ്ങളുടെ ജീവൻ നശിപ്പിച്ചത് ഈ ക്രൂരനാ. ഏതോ ഒരു പെണ്ണുമായിട്ട് ഇത് ചീറ്റ് ചെയ്തത് എന്റെ അമ്മയെ ചീറ്റ് ചെയ്തു. എന്റെ അമ്മേനെ നോക്കിയിട്ട് കൂടെ ഇല്ല. എല്ലാത്തിനും കാരണക്കാരൻ ഇയാൾ ഒറ്റയിരുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാതിൽ കിടന്ന് ബഹളം വെക്കുമ്പം എൽസമ്മ മോളെ മിണ്ടാതിരിക്കുന്നതും പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാണ്. അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് സ്റ്റാലി ചോദിക്കാണ്, നീ എന്തിനാ അവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്? അതുവിനെ പപ്പ ഞാൻ വേണ്ടായിരുന്നു. ടെൽസ മോൾക്ക് അത് ഇഷ്ടമില്ല. എന്നെ കാണുന്നത് പോലും അവർക്കാർക്കും ഇഷ്ടമില്ല. അങ്ങനെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അതിന്റെ ആവശ്യമുണ്ട് പപ്പ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോക്കോളാം, പപ്പ അകത്തേക്ക് കയറ് എന്ന് പറയണേ. അങ്ങനെ ആൻ്റപ്പൻ ഗേറ്റൊക്കെ അടയ്ക്കുന്നുണ്ട്. ഇതേ സമയം വെള്ളം പോലും തൊടാതെ നമ്മുടെ പൗലോസ് വിളിച്ച് റീത്താമ്മച്ചൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ അലീനൊക്കെ വെച്ച് എൽസമ്മയും മക്കളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ട പാടെ ഉറഞ്ഞു തുള്ളുകയാണ് നമ്മുടെ റീത്താമ്മച്ചി. റീത്താമ്മച്ചിക്ക് എൽസമ്മ ഫാമിലിയുടെ കഴിഞ്ഞ ഇഷ്ടമില്ല. അതിൻ്റെയൊക്കെ കാരണമുണ്ട്, കുറെ കാരണമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഞാൻ വഴിയെ പറയാവേ. അപ്പോൾ റീത്താമ്മ ആകെപ്പാടെ കലിപ്പിലാണ്. അവളപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ലേ. എൽസമ്മയും മക്കളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ അവള് വന്നേല്ലേ. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് സ്റ്റീഫനെയൊക്കെ കൂടി വിളിക്കാണ്. എത്രയും പെട്ടെന്ന് കൊളത്തുപുഴയ്ക്ക് പോണോന്ന് റീത്താമ്മ പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് വന്നതിന് ശേഷം സ്റ്റാലി പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. ടാനിയും ടെൽസയും എൽസമ്മയും അവിടെ ഇരിക്കുകയാണ്. കൂടെ അലീനയുണ്ട്.
ഹൗസിൽ പോകുന്ന ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടേ. ടെൽസ ഒന്നും കഴിക്കുന്ന കൂടിയില്ല, കഴിക്കാൻ കൂടി സമ്മതിക്കുന്നില്ല. ഡൈനിങ് റൂമിലേക്ക് എല്ലാവരും കയറിയിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സ്റ്റാൻലി വന്നിരിക്കുന്നുണ്ട്. പഴയ ആ സ്റ്റാൻലി അല്ല. ഊണുമേശയില് ഭയങ്കര ഗൗരവക്കാരനായിരുന്നല്ലോ. കുറെ ഡിസിപ്ലിനും അതെല്ലാം തന്നെ അലിനെ മാറ്റിയിട്ടുണ്ട്. എൽസമേ കഴിക്കുന്ന പറഞ്ഞ് സ്റ്റാൻലി തന്നെ ആഹാരം വിളമ്പി കൊടുക്കാണ്. ടെൽസയും ടാനയും മിണ്ടാതിരിക്കുമ്പം രണ്ടുപേർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ടാനയാണെങ്കിലോ പപ്പാന്ന് പറഞ്ഞ് അടുത്തു നിൽക്കാണ്. മോളെന്ന് പറഞ്ഞ് തലയെ തടവുന്നുണ്ട്. ടെൽസയ്ക്ക് ഇതങ്ങോട്ടോ ഇഷ്ടപ്പെടുന്നില്ല. പപ്പാന്ന് പറഞ്ഞാൽ എന്തോ വെറുക്കപ്പെട്ട ഒരു ജീവിയാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നതല്ല നമ്മൾ റീതാമ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെൽസ ഒരു വാ പോലും കഴിക്കാതെ അവിടെ മിണ്ടാതെ പാത്തിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. റീതാമ്മച്ചി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വിടാൻ പോലും അവരെ സമ്മതിച്ചിരുന്നില്ല. പപ്പയോട് ഒന്ന് മിണ്ടാൻ പോലും അവർക്ക് അനുവാദമില്ലായിരുന്നു. ഫോൺ പോലും വിളിക്കാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ ടെൽസയ്ക്കാണെങ്കിലോ പപ്പാന്ന് കേൾക്കുന്ന ചതുർത്ഥിയാണല്ലോ. ഡാനിക്ക് വരണോ കാണാൻ നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും റീത്ത സമ്മതിച്ചിരുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും റീത്താമ്മ നമ്മുടെ അവിടുന്ന് വണ്ടി തിരിച്ചു കഴിഞ്ഞു, സ്റ്റീഫനെയൊക്കെ വിളിച്ചുകൊണ്ട്. ഈ സമയത്ത് നമ്മുടെ ഡാനിയമോളാണെങ്കിലോ പപ്പാന്ന് പറഞ്ഞ് അടുത്ത് നിൽക്കുമ്പോഴേക്കും പപ്പ ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റാലിനെ അങ്ങനെ അവർ കാണുന്നത്. പാത്തില് കൈയിട്ട് കുഴയ്ക്കുന്നുണ്ട്. ഇത്രയും കാലം സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിച്ചുകൊണ്ടിരുന്ന അയാള് അങ്ങനെ കാണിക്കുന്നത് കണ്ട് എൽസമ്മയ്ക്ക് അതൊരു അത്ഭുതമായിരുന്നു. വാരി ഒരു ഉരുളയെടുത്ത് ഡാനിക്ക് വെച്ചു കൊടുക്കാണ്. അത് കണ്ട് ടെൽസയും ടോജയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്. മോർണിംഗ് വന്നേ എന്നും പറഞ്ഞ് ടോജോയ്ക്ക് കൂടി വാരി കൊടുക്കാണ്. പിന്നാലെ തന്നെ സ്റ്റാൻലി ആണെങ്കിൽ ടെൽസയുടെ നേരെ കൈ നീട്ടുകയാണ്. ടെൽസ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും ടെൽസ മുഖം ഉയർത്ത് നോക്കുന്നുണ്ട്. കൈ നീട്ടുമ്പോഴേക്കും അറിയാതെ ടെൽസ വാവിളിച്ചു പോവാണ്. അദ്ദേഹം അതായത് പപ്പ ആദ്യമായി ഉരുട്ടി തന്ന ആ ഒരു ഉരുളയുടെ രുചി അവക്കത് ഭയങ്കര രുചി തന്നെയായിരുന്നു. അത് കഴിക്കാണ്. ഇതൊക്കെ കണ്ട് എൽസമ്മയ്ക്കും നല്ല സങ്കടം വരുന്നുണ്ട്. അലീന ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഡാനിയമോളാണെങ്കിലോ പാപ്പ എനിക്ക് ഇനിയും വേണം, അതിനെന്താ ഞാൻ വാരി തരാലോ എന്നും പറഞ്ഞിട്ട് വീണ്ടും വാരി കൊടുക്കുന്നുണ്ട് ടോജോയ്ക്കും. എൽസമ്മ മിണ്ടാതെ തലയും കുണിച്ചിരിക്കുകയാണ്. ടെൽസ ഒരക്ഷരം പോലും മിണ്ടുന്നുമില്ല, ഒന്നും കഴിക്കുന്നുമില്ല. കൊടുത്ത ആഹാരം മാത്രം പതിയെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാൻലി അവരോട് പറയാണ്, നീ എൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ മക്കളും. നിങ്ങളോടെല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര അക്രമകാരിയൊന്നും അല്ല, ഞാൻ ദുഷ്ടനും അല്ല. എൻ്റെ മക്കളോട് എനിക്ക് ഭാര്യയോട് സ്നേഹമില്ലെന്നാണോ നിങ്ങളൊക്കെ കരുതിയത്? അങ്ങനെയൊന്നുമില്ല. നിങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ജീവനാ. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ എനിക്കറിയില്ലായിരുന്നു. മിലിറ്ററിയിലെ അച്ചടക്കവും ആ ഒരു ഡിസിപ്ലിനൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനൊരു മൊറനായി തോന്നിയിരിക്കാം. അത് എൻ്റെ തെറ്റ്. നിങ്ങളെ സ്നേഹത്തോടെ മക്കളെന്ന് വിളിക്കാനോ നിങ്ങളെ ഉറക്കാനോ നിങ്ങളെ കൊണ്ട് ആശ്രയിലേക്ക് പോകാനോ ഒന്നിനും തന്നെ എനിക്ക് സാധിച്ചിരുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാമായിരുന്നു എൻ്റെ ഒന്നാമതായി ഞാൻ കണ്ടിരുന്നത്. അത് എൻ്റെ തെറ്റ്. എൻ്റെ മക്കളെയും ഭാര്യയ്ക്കും ആ 2ാം സ്ഥാനമാണ് ഞാൻ കൊടുത്തത്. അതും എൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചില്ലെന്ന് മാത്രം പറയരുത്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി ഞാൻ സമ്മതമായിരുന്നു. പക്ഷേ റീതാമ്മയുടെ കൂടെയുള്ള ജീവിതം മാത്രം എനിക്ക് സഹിക്കാനായിരുന്നില്ല. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അവിടെ വന്ന് എന്നെ അവൾക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ എലിസബത്തിനെ തെറ്റിക്കാൻ വേണ്ടി അവൾ മാക്സിമം ശ്രമിച്ചു. അങ്ങനെ പഴയ കാലത്തെ കുറേ കഥകളൊക്കെ പറയാണ്. അതായത് എലിസമ്മയുടെ അടുത്ത് കൂടെ വന്ന് സ്റ്റാലിൻ നിൽക്കുന്ന സമയത്ത് പലതരത്തിലും എലിസമ്മ ഇവരെ ഒന്നിക്കാൻ സമ്മതിക്കാതെ ഇരുന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റാലിന് നേരെ കുറെ പറയുകയും അപമാനിക്കുകയും എന്നും അടിബഹളമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം സ്റ്റാലിൻ പറയാണ്. എന്നിട്ട് എലിസമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാനീ പറഞ്ഞത് കള്ളമാണോ എലിസമ്മേ എന്ന് ചോദിക്കുകയാണ്. അല്ല, സത്യമാണെന്ന് എലിസമ്മ പറയാണ്. അത് കേട്ട് നമ്മൾ എലിസമ്മ ഞെട്ടിപ്പോകുന്നുണ്ട്. അവളുടെ വിചാരം ഇത്രയും കാലം അമ്മേനെ സ്നേഹിച്ചിട്ടില്ല, റീതാമ്മയാണ് എല്ലാം ചെയ്യുന്നത് എന്നായിരുന്നു. കുറച്ച് പൈസ മാത്രമേ പപ്പ തരുന്നുള്ളൂ, ബാക്കിയെല്ലാം തന്നെ റീതാമ്മ ഇട്ടാണ് ഞങ്ങളെ നോക്കുന്നതൊക്കെയാണ് ടെൽസ വിചാരിച്ചിരുന്നത്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഇന്നേ വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ?
റീത്ത ഇപ്പോൾ കൊണ്ടുവന്ന കാറ് പോലും എൻ്റെ അല്ലേ? റീത്തയുടെ ആ വീടിന് വേണ്ടിയുള്ള 3,000 കാശും എൻ്റെ അല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ? അതെല്ലാം തന്നെ ഞാൻ അയച്ചു തരാറില്ലേ? ശരിയാണ്, നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ നിന്ന് സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ മിലിറ്ററിയിൽ നിന്ന് ഞാൻ വിരമിച്ചെന്ന സമയത്ത് ഞങ്ങളോട് താമസിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ റീത്താമ്മ സമ്മതിച്ചില്ല എന്ന് ടെൽസറും ഡാനിയോടൊക്കെ പറയാണ്. എൻ്റെ മോക്ക് സുഖമില്ല, അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും മോളെ ഇവിടെ കൊണ്ട് നിർത്താൻ റീത്താമ്മ സമ്മതിച്ചിരുന്നില്ല. അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ സമ്മതിച്ചോ ഇല്ലയോ എന്ന് നിങ്ങളുടെ മമ്മിയോട് ചോദിക്കുകയെന്ന് ടെൽസറോട് പറയുമ്പം ആണോ മമ്മി എന്ന് ചോദിക്കാണ്. അത് പിന്നെ എന്നും പറഞ്ഞ് തല താഴ്ത്തുന്നുണ്ട്. ടെൽസിയോട് സ്റ്റാൻലി പറയുന്നുണ്ട്, കൂട്ടത്തിൽ മൂത്തയാള് നീയാ. നിന്നോട് ഞാനൊരു കാര്യം പറയാം. റീത്താമ്മച്ചിയുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്നെ എൻ്റെ ഭാര്യയെ വേർപെടുത്തുക. എന്നിട്ട് നിങ്ങളുടെ കൂടെ അവൾക്ക് ജീവിക്കണം. അത് മാത്രമേ ഉള്ളൂ. കാരണം റീത്താമ്മയുടെ വരുമാനം മൊത്തം എൻ്റെയാണ്. ഞാൻ കൊടുക്കുന്ന കാശിന് 3,000 റീത്താമ്മയുടെ കയ്യിലാ. പിന്നെ തന്നെ അനുസരിക്കാൻ ഒരു കൂട്ടരെ വേണമെന്ന് അവൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പണ്ട് മുതൽക്കേ അവളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാ. അവളുടെ കീഴിൽ കുറച്ച് പേര് വേണം. അത് അവൾക്ക് എന്തോ ഒരു സാറ്റിസ്ഫിക്കേഷൻ ആയിരുന്നു. അതാണ് ഇപ്പോഴും അവൾ തുടർന്നു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞൊക്കെ സത്യമാണോ മമ്മി എന്ന് ടെൽസ ചോദിക്കുമ്പം അതെ എന്ന് നമ്മുടെ എൽസോ പറയുന്നുണ്ട്. എൽസമ്മയ്ക്ക് റീത്താമ്മച്ചിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. റീത്താമ്മച്ചിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് റീത്താമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ച് ശീലിച്ചിട്ടുള്ളൂ. കുഞ്ഞുനാൾ മുതലേ അതങ്ങനെയായിരുന്നു. അതൊരു സ്ലേവറി ആണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യമെന്ന് എൽസമ്മ പറയുന്നുണ്ട്. അപ്പോൾ പപ്പയാണോ നമുക്ക് എല്ലാം ചെയ്തു തരുന്നത്? അതെ. പപ്പ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അടിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മ ഒഴിവാക്കിയിട്ടുണ്ടോ? അതും ഇല്ല. പിന്നെ എന്താ പപ്പ ഏതാ കുറ്റം? കള്ളുടിക്കുന്നുള്ളതാണോ? അതെ, മുഴുവൻ നേരം കുടിയാ. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, എലിസമ്മേ, ഞാൻ കൂടുന്ന സമയത്തൊക്കെ ഞാൻ മുഴുകുടിയനായിരുന്നോ? അല്ല. എത്ര എണ്ണം കുടിക്കുമായിരുന്നു? അത് പിന്നെ രാത്രി വല്ലപ്പോഴും. കണ്ടോ, ഞാനതിന് കുടിക്കാറ് പോലും ഇല്ലായിരുന്നു. നിങ്ങളെല്ലാം എന്നെ വിട്ടുപിരിഞ്ഞ് ഒറ്റയാളായിട്ട് ഞാൻ ഇവിടെ താമസിച്ചപ്പോഴാണ് മദ്യപാനം പോലും ഞാൻ ആരംഭിച്ചത്. അതിന് കാരണക്കാരിയും നിങ്ങളുടെ അമ്മ തന്നെയാ. അമ്മ കൂടെ വരാത്തതിൻ്റെ ആ സങ്കടവും ദേഷ്യവും ആ ഒരു സഹതാപവും എല്ലാം കൂടിയിട്ടാണ് ഞാൻ കുടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ മുഴുകുടിയനാക്കിയത് എന്ന് പറയുന്നുണ്ട്. അമ്മ പപ്പ ദുഷ്ടനാണ്, പപ്പ ഭയങ്കര അങ്ങനത്തെ മോശപ്പെട്ട ആളെന്നൊക്കെ പറഞ്ഞതോ? റീത്ത വെച്ച് അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ സ്റ്റാലി ചോദിക്കാണ്, ആണോ എൽസമ്മേ, ഞാൻ അങ്ങനത്തവനാണോ? നീ അങ്ങനെയാണോ എൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? അത് പിന്നെ റീത്താമ്മച്ചി പറഞ്ഞപ്പോ. അപ്പോൾ അത് സത്യമല്ലേ അമ്മമ്മി? അല്ല, എന്നോട് അങ്ങനെ ഒരു ഉപദ്രവം കാണിച്ചിട്ടില്ല. പിന്നെ പപ്പയെ തെറ്റെന്താ? അത് പിന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാൽ പപ്പ കൊണ്ടുപോയില്ലായിരുന്നു. അതെന്താ അങ്ങനെ? മോളെ, ഞാനൊരു മിലിറ്ററിക്കാരനല്ലേ, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. എനിക്ക് ഓരോ ദിവസവും ഓരോ തിരക്കുകളായിരുന്നു. അതുകൊണ്ട് മമ്മിയെ കൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല. നിങ്ങളെയും കൊണ്ടും അതൊക്കെ ശരിയാ. അതൊക്കെ ഒന്ന് സോൾവ് ആയിക്കോട്ടെ. മോളുടെ മമ്മി അവരുടെ സ്വന്തക്കാരുടെ കൂടെ ആകുമ്പോൾ അവർക്ക് റിലീഫ് കിട്ടുമല്ലോ. അവൾ ഒറ്റപ്പെട്ട ജീവിതമല്ലേ എന്നൊക്കെ ഓർത്താണ് ഞാൻ നാട്ടിലേക്ക് ആക്കിയത്. പക്ഷെ അതെൻ്റെ ജീവൻ തന്നെ നശിപ്പിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. എൻ്റെ ജീവിതം തന്നെ നശിച്ചു പോയത് ആ ഒരു കൊണ്ടുവിടൽ കാരണമാണ്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും നിങ്ങളും എൻ്റെ കൂടെ തന്നെ കണ്ടേനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലി വിഷമിക്കുമ്പം ആ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നത് ടെൽസ കാണുകയാണ്. റാണി ഉടനെ പോയിട്ട് പപ്പ കരയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ചെടുക്കുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിൽ താൻ ചെറുതായി പോയെങ്കിലും തൻ്റെ ഭാര്യയും മക്കളും തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് കരുതി സമാധാനിക്കുകയാണ് സ്റ്റാൻലി. അപ്പോൾ ടെൽസയ്ക്കും വലിയ സങ്കടമാകുന്നുണ്ട്. ഇത്രയും കാലം താൻ കരുതിയതുപോലെ തൻ്റെ പപ്പ അത്ര ദുഷ്ടതൊന്നുമല്ല. എല്ലാത്തിനും കാരണം റീത്താമ്മച്ചിയാണ്. ആണിക്കല്ല് റീത്താമ്മച്ചിയാ. എല്ലാവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പപ്പയുമായിട്ട് അടുപ്പിക്കാതെ നിർത്തിയിരിക്കുകയാണെന്ന് ടെൽസയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഇരമ്പിച്ചുകൊണ്ട് നമ്മുടെ റീത്താമ്മയുടെ കാറ് വന്ന് മുറ്റത്ത് നിർത്താണ്. റീത്താമ്മ ചാടി ഇറങ്ങുന്നുണ്ട്. ഡോറ് വലിച്ചിടയ്ക്കാണ്. കൂടെ സ്റ്റീഫനും ഉണ്ട്. രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അവനവിടെ ഇല്ലടോ. ഉണ്ട്. അവളോ? ആര്? എലിസമ്മ. ആ എൽസമ്മ കൊച്ചമ്മയുണ്ട് എന്നും പറയുമ്പോഴേക്കും അകത്തേക്ക് ഓടി കയറുന്നുണ്ട്. എൽസമ്മേ എന്ന് ഉറക്കെ വിളിക്കാണ് നമ്മുടെ റീത്താമ്മ. അപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്ന എൽസമ്മ പേടിയോടുകൂടി പെട്ടെന്ന് റീത്താമ്മ അടുത്തേക്ക് വരാണ്. റീത്താമ്മച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നീങ്ങി വരുന്നുണ്ട്
സ്റ്റാലിയും ടെൽസയും ടാനിയും ടോജോ നോക്കി നിൽക്കെ ആഞ്ഞ് എൽസമ്മയുടെ കവള തടിക്കാണ്. എൽസമ്മ തരിച്ചു നിന്നുപോയി. ബാക്കി എല്ലാവരും. അപ്പോഴേക്ക് സ്റ്റാലി അങ്ങോട്ടേക്ക് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. പ്രീതമ്മ വീണ്ടും അടിക്കാൻ കൈ വാങ്ങുമ്പോഴേക്കും ആ കൈ കയറി പിടിക്കാണ്. വിടറ എൻ്റെ കൈ എന്ന് പറയുമ്പോഴേക്കും തൊട്ടു പോകരുത്, അവൾ എൻ്റെ ഭാര്യയാണ്, അവളെ അടിക്കാൻ നിനക്കെന്താ അവകാശം? ഇതേ എൻ്റെ അനിയത്തിയാ, അവളെ അടിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ആ കൈ പിടിച്ച് മാറ്റിട്ട് അതൊക്കെ അങ്ങ് പണ്ട്, ഇപ്പോൾ ഇവളെൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് അവളെ അടിക്കാന്ന് ആരും കരുതണ്ട. സ്റ്റീഫൻ എടാന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാലി ഏന്നും പറഞ്ഞ് കൈ ചൂണ്ടുകയാണ്. അടങ്ങി അവിടെ നിന്നോണം, ഇതേ എൻ്റെ ഭാര്യയുടെ കാര്യമാണ്, അതിലൊരുത്തനും ഇടപെടണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൽസമ്മ ആ കവള് തളോടിക്കൊണ്ട് കരഞ്ഞോണ്ട് നിൽക്കാണ്. ടെൽസ് ചോദിക്കുന്നുണ്ട്, റീതാമസ് എന്തിനാ മമ്മി അടിച്ചത്? മമ്മി അടിച്ചെന്തിനാണോ ഈ തോന്നിവാസം കാണിച്ചതിന്? എന്നോട് പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ? അതുവിനെ റീതാമച്ചി, ഇത് പപ്പയുടെ വീടല്ലേ, അതായത് മമ്മിയുടെ സ്വന്തം വീട്. ഇങ്ങോട്ടേക്ക് വരാൻ വേറെ ആരെങ്കിലും അനുവാദം വേണോ? എന്താ ടെൽസ് നീ പറഞ്ഞത്? ആരെങ്കിലും അനുവാദം വേണോന്നോ? എൻ്റെ അനുവാദം വേണം. എൻ്റെ അനുവാദം ഇല്ലാതെ നിങ്ങളാരും ചലിക്കാൻ കൂടി പാടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. അതിനിപ്പോ എന്താ എൻ്റെ റീതാമച്ചി, ഇത് പപ്പയുടെ ഭാര്യയല്ലേ, അവർ ഹസ്ബൻഡ് വൈഫ് അല്ലേ, അവർക്ക് അവകാശമില്ല പരസ്പരം കാണാനും മിണ്ടാനും ഒക്കെ. അതിനെന്തിനാ റീതാമച്ചി അനുവാദം? ഓഹോ, ഇതൊക്കെ നിനക്ക് ആര് പറഞ്ഞു നിങ്ങനെ സംസാരിക്കാനായിട്ട്? ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോഴേക്കും ആര്യനെ പറയാണ് സത്യം എന്താണെന്നേ ആ കൊച്ചു മനസ്സിലാക്കി. തന്റെ പപ്പയും അമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നും പപ്പ ദുഷ്ടനല്ലെന്നും അതൊരു പാവമാണെന്നും സ്നേഹിക്കാൻ മാത്രമായിരുന്ന ഒരാളാണെന്നും ഒക്കെ അവൾ മനസ്സിലാക്കി. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലാത്ത ഒരു മനുഷ്യനായിരുന്നെന്നും അത് മുതലെടുത്തുകൊണ്ട് റീതാമ്മ ഇത്രയും കാലം അവരെ പറ്റിക്കുകയായിരുന്നേ ടെൽസമോളെ മനസ്സിലാക്കി. ഇതൊക്കെ വെറും കള്ളാ മോളെ, നീ എന്നെ വിശ്വസിക്കരുത്. നിന്റെ ഇയാളും ഈ പെണ്ണും കൂടെ ചേർന്നുള്ള നാടകമാണിതെല്ലാം. അങ്ങനെയാണെന്നോ എൻ്റെ മമ്മി പറയട്ടെ, എങ്ങനെ വിശ്വസിക്കാമെന്ന് ടെൽസ പറയുമ്പം റീതം പറയാണ്, എൽസമേ നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് അവൻ നിന്നോട് ചില ക്രൂരതകളൊക്കെ. അപ്പോൾ റീതമ്മയുടെ നേരെ നിന്നുകൊണ്ട് എൽസമ്മ ചോദിക്കാണ്, റീതാമച്ചി എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നോട് എന്ത് ക്രൂരത ചെയ്തത്? എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതോ അതോ എന്നെ അടിക്കുകയോ നോവിക്കുകയോ പോലും ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണാൻ വരാത്തത് അതിൻ്റെ കാരണം റീതാമച്ചയല്ലേ? വേറെ എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഓഹോ, അപ്പം എല്ലാവരും തിരിഞ്ഞല്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെയെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു കൊച്ചുണ്ടാക്കിയിട്ട് അത് മറച്ചു വെച്ചതോ എന്ന് ചോദിക്കാണ്. 23 വർഷം മുമ്പ് കഴിഞ്ഞു പോയൊരു കാര്യമാണത്. അദ്ദേഹത്തിനും ഇങ്ങനെ മകൾ ജീവനുണ്ടെന്ന് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് കുടുംബത്ത് ഒരു പ്രശ്നമാണെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം പറയാതിരുന്നത്. അതൊക്കെ ഞാൻ എപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, ഞാനിപ്പോൾ ആരാന്ന് ചോദിക്കാണ്. സ്റ്റാലിൻ മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. റീതാമ്മേ, എല്ലാവരും ഒരുപോലെ പറ്റിക്കാന്ന് നീ കരുതണ്ട. എല്ലാ കാലവും എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല. എൻ്റെ മക്കളും ഭാര്യയുമാണിത്, അവരെന്നാലും എൻ്റെ അരികിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഉടനെ ടെൽസ ഓടി വന്നിട്ട് സ്റ്റാൻലിയെ കെട്ടിപ്പിടിക്കാണ്. സോറി പപ്പ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഇത്രയും കാലം റീതാമച്ചി മമ്മിയും പറഞ്ഞത് പപ്പ ഒരു ക്രൂരനാണെന്നും മമ്മി അടിക്കുമെന്നും അതുപോലെ പപ്പയ്ക്ക് വഴിവിട്ട ജീവിതമാണെന്നും ഡ്രഗ് അഡിക്ട്സ് ആണെന്നും ഒക്കെയാണ്. അതുകൊണ്ടായിരുന്നു പപ്പയുടെ എനിക്ക് ദേഷ്യം. ഇപ്പം എനിക്ക് ആ ദേഷ്യം ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെന്നും പറഞ്ഞ് സ്റ്റാലിയും കെട്ടിപ്പിടിക്കാണ്. ടെൽസയും ടാനിയും ടോജോയും സ്റ്റാലിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എൽസമ്മ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ നടുക്കേറി നിൽക്കുകയാണേ. കാരണം എൽസമ്മയ്ക്ക് റീതാമ്മ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മിണ്ടാൻ നിൽക്കുകയാണ്. പക്ഷേ എൽസമ്മേനെ ആ അടിച്ചാടി എൽസമ്മയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കവള നോവുന്നതിൽ തന്റെ മക്കളുടെയും ഭാര്യയുടെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് തല്ലിയില്ലേ, അതൊക്കെ ഒരു കുറച്ചിലിനായിപ്പോയി. റീതാമ്മ പറയാണ്, എൽസമ്മേ വന്ന് വണ്ടി കയറ്, ഇപ്പൊ തന്നെ നമുക്ക് പോണം. പിള്ളാരെ വന്ന് വണ്ടി കയറി. പിള്ളാരെ ഇല്ല, ഞങ്ങൾ വരില്ലെന്നോ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് ടാന്റെ കൈക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോഴേക്കും ടെൽസ വന്നിട്ട് ആ കൈ പിടിച്ച് വാട്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ പപ്പയുടെ വീടല്ലേ, അവിടെ ഞങ്ങൾ കുറച്ചു ദിവസം നിൽക്കട്ടെ, എന്നിട്ട് വന്നോളാം. റീതാമച്ചി ഇപ്പൊ ചെല്ലേ. അപ്പോഴേക്കും എൽസമ്മനെ നോക്കിയിട്ട്, കണ്ടോ അവൾ പറഞ്ഞത് കേട്ടോ, നിനക്കിതിന് മറുപടി ഒന്നും ഇല്ലേ? ഇല്ല, എനിക്ക് മറുപടി ഒന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതെ തലയും കൊണ്ടിച്ച് നിൽക്കാണ് എൽസമ്മ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അലീന വരുന്നുണ്ടേ.
റീത്താമ്മച്ചി, എല്ലാവരും എല്ലാ കാലവും ഒരുപോലെ പറ്റിക്കാന്ന് കരുതണ്ട. എല്ലാവർക്കും സത്യങ്ങൾ മനസ്സിലായി. റീത്താമ്മച്ചി അവരെല്ലാം പറ്റിക്കുകയായിരുന്നെന്നും അദ്ദേഹത്തിന്റെ പപ്പയുടെ പേരും പറഞ്ഞുകൊണ്ട് ഉള്ള കാശെല്ലാം അടിച്ചു മാറ്റുകയായിരുന്നെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേ, ഞാൻ കാണിച്ചു തരാം. എൽസബി മക്കളെ എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് റീത്താമ്മ നേരെ കാറെടുത്ത് പോവാണ്. സ്റ്റീഫനും കൂടെ പോകുന്നുണ്ട്. അപ്പോഴേക്കും ടെയിൽസ നടന്ന സംഭവങ്ങളെല്ലാം ചോദിക്കാണ്. ആഗ്രയിൽ വെച്ചുണ്ടായ പ്രണയത്തെ പറ്റിയും അലീനെ പറ്റിയും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ ആഗ്രയിൽ വീണ്ടും ആഗ്രല്ല വേറെ സ്ഥലത്ത് ഇവരെയും കൊണ്ട് താമസിക്കാൻ പോയതും അവിടെ ചെൽസമ്മയ്ക്ക് പനി പിടിച്ചതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാഞ്ഞതും അന്ന് വലിയൊരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണെന്നും എല്ലാ കാര്യങ്ങളും സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വന്ന റീത്താമ്മയായിട്ടുള്ള പ്രശ്നങ്ങളും നിൽക്കാൻ സമ്മതിക്കാതിൻ്റെ കാരണങ്ങളും എല്ലാം പറയുമ്പോൾ ടെൽസയ്ക്കും മനസ്സിലാവുന്നുണ്ട് താൻ കരുത്തിലും തെറ്റായിരുന്നു. തെറ്റിദ്ധാരണയായിരുന്നെല്ലാം, തെറ്റിദ്ധരിപ്പിച്ചതെല്ലാം അദ്ദേഹം ആ റീത്താമ്മച്ചായിരുന്നു. പപ്പ പാവമാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. അങ്ങനെ ടെൽസയും ടാനിയും അലീനയും എൽസമ്മയൊക്കെ ഒന്നിക്കുന്നുണ്ട്. അങ്ങനെ റീത്താമ്മക്കിട്ട് പണിയെടുക്കാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യാണ്. റീത്താമ്മയുടെ കള്ളങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടി അലീന പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസിൻ്റെയൊക്കെ എപ്പിസോഡിൻ്റെയൊക്കെ റിവ്യൂസ് നമ്മൾ എല്ലാ ദിവസവും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പും ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.